ഓരോ ദിവസം കഴിയുന്തോറും പ്രായമായി വരുന്നത് കൊണ്ട് മറവിയുടെ കാര്യം അത് വലിയൊരു സംഭവമാണ്. പിന്നെ ഞാനും എൻ്റെ അമ്മയും മറവിയുടെ കാര്യത്തിൽ മത്സരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ മറവി വരാറുണ്ട്. അതേപോലെ ഞങ്ങൾ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട്. ഹലോ, എനിക്ക് മറവിക്ക് അത്രയ്ക്ക് തക്കോണം പ്രായമൊന്നും ആയില്ല. അമ്മയ്ക്ക് അത്ര തക്കോണം പ്രായമായിട്ടില്ല എന്ന് എനിക്ക് അത്യാവശ്യം പ്രായമായിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് പ്രായമായിട്ടില്ല. കണ്ടാ പറയൊന്നുമില്ല, ഷീസ് എങ്ങാണ്. പക്ഷേ എനിക്ക് കുറച്ച് അസൂയ തോന്നാറുണ്ട്. പുറത്തിറങ്ങി നടക്കുമ്പോഴൊക്കെ ചേച്ചിയാണോ, ഇല്ല ഇത് ചേച്ചിയുടെ മോളാണോ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അനിയത്തിയാണോ എന്നെ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം എനിക്ക് കുറച്ച് അസൂയ വരാറുണ്ട്. അപ്പം എൻ്റെ പ്രൊഡക്റ്റ് തൊട്ടിയിൽ കിടക്കുന്നുണ്ട്. ആ തൊട്ടിയിൽ കിടക്കുന്ന പ്രൊഡക്റ്റ് എണീക്കുന്നതിന് മുന്നേ നമുക്കൊന്ന് റെഡിയാവാം. ഒന്ന് പുറത്ത് പോകേണ്ട കാര്യമുണ്ട്. ബൈ. ഞാൻ എൻ്റെ ഈ പ്രൊഡക്റ്റും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ആ പറഞ്ഞ യങ് ഗേൾ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഓട്ടോ വരാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓട്ടോയിൽ പോകാം. നടന്നു പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നല്ലൊരു മഴക്കോളുണ്ട്. നമുക്ക് ഓട്ടോയിൽ പോയിട്ട് വേഗം കൊടുത്തിട്ട് വരാം. ഒന്ന് ചിരിക്കടാ സത്ത്, ഒന്ന് ചിരിക്കടാ. കേൾക്കില്ല. കാരണം നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മുടെ മക്കൾ കേൾക്കില്ല. കാരണം നമ്മൾ നമ്മുടെ അമ്മമാരുടെ താഴെയായിരിക്കുമല്ലോ. കർമ്മ ഈസ് എ ബൂമറാങ്. ഇപ്പോൾ വരട്ടെ. കൊണ്ടുപോകാത്തതിൻ്റെ ദേഷ്യമായിരിക്കും. എപ്പോഴും ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഇപ്പോൾ വരട ബ്രൂണോ എന്ന് പറഞ്ഞിട്ടാണ് പോകാറുള്ളത്. നമ്മളിപ്പോൾ ഈ പോകുന്നതിന് 2 പർപ്പസ് ഉണ്ട്. ഒന്ന് നമ്മൾ മരുന്ന് മേടിക്കാനും, പിന്നൊന്ന് കുറച്ച് ഡ്രസ്സ് അടിക്കാൻ കൊടുക്കാനും. അതിന് മരുന്ന് കിട്ടാതെ വന്നു. മരുന്ന് കിട്ടിയില്ല. നാളത്തേക്ക് ലോട്ടറി കച്ചവടം പോലെ നാളെ